ലോകമാങ്കം ധീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. Can your heart endure, or can your hands remain strong in the days when I shall deal with you? I the Lord have spoken and will do it. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ കാഠിന്യവും നേരിടുവാൻ യഹൂദാജനം പ്രാപ്തരാണോ എന്ന് ചിന്തിക്കുവാൻ അവരോടൊരു ചോദ്യം ഉന്നയിക്കുന്നു. ഈ ചോദ്യത്തിന്റെ മുഖ്യ വിഷയം ദൈവിക ന്യായവിധിയുടെ അനിവാര്യതയും മാനസാന്തരത്തിന്റെയും ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ആവശ്യകതയുമാകുന്നു. 22-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന അധർമ്മവും മ്ലേച്ഛതയും രക്തപാതകവും വിഗ്രഹാരാധനയും എന്ന് വേണ്ട അവരുടെ ഓരോ പാപങ്ങളും എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ന്യായവിധി അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. തങ്ങളുടെ ധാർമ്മികവും ആത്മീയവുമായ പാപരത്വം അംഗീകരിക്കുവാനും വരാനിരിക്കുന്ന ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാനുമുള്ള ഒരു ആഹ്വാനവും ഈ ചോദ്യത്തിലുണ്ട്. ദൈവിക പ്രതികാരത്തിനു മുന്നിൽ മനുഷ്യരുടെ ശക്തിയോ സഹിഷ്ണുതയോ കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും ഇതിലുണ്ട്. ഈ ചോദ്യം എന്നെന്നുമുള്ള മനുഷ്യരാശിയുടെ മുൻപിൽ നിലനിൽക്കുന്ന ഒന്നാകുന്നു. ഞാനും നിങ്ങളും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമാണിത്. സകല മനുഷ്യർക്കും ദൈവം മുൻപാകെ കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:10 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മളുടെ സകല പ്രവർത്തനങ്ങളും ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുകയും അരുത് എന്ന് തിരുവചനം പറയുന്നു. കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ സ്വാധീനമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്കാണ് ദൈവം കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നത്. അവരുടെ കൈകൾ ബലപ്പെട്ടിരിക്കും. ദൈവം അവരുടെ കരങ്ങളെ ബലപ്പെടുത്തിയിരിക്കും. ദൈവം അരുളി ചെയ്ത വാക്കുകൾക്കും വചനങ്ങൾക്കും ഒരു നാളും മാറ്റമുണ്ടാകയില്ല. ഈ വചനങ്ങളിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിലനിൽക്കുവാനും ഞങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാനും യേശു ക്രിസ്തു മൂലം സഹായിക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. യാത്ര ചെയ്യും